ഗവൺമെന്റ് ഇപ്പം MNRE സ്കീമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു 70,000 രൂപ സബ്സിഡി നമുക്ക് ഇപ്പം വളരെ ഈസിയസ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ അത് എപ്പം സ്റ്റോപ്പ് ചെയ്യും എന്നതിന് നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രഡിക്ഷൻ വെക്കാനാവില്ല. ഹലോ എവ്രി വൺ, ഞാനിപ്പോൾ ഉള്ളത് ചേളാരിയിലെ ഹോമിഫൈ ഹോംസിലാണ്. ടേണിംഗ് ഹൗസസ് ഇൻ ടു ഹോംസ്. നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സ്, ഇന്റീരിയർ വർക്ക്സ്, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഇവിടെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സോളാർ പാനൽസ് എന്ന് പറയുന്നത്, അല്ലേ? സോ ഹോമിഫൈയുടെ സോളാർ പവർ പ്രൊജക്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ്, ഗീവ് അവേസ്, ഓഫർ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് തരാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നത്. സോ അതിനായിട്ട് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ എൻ്റെ കൂടെയുള്ളത് ഹോമിഫൈയിലെ സോളാർ എക്സ്പേർട്ട് ആയിട്ടുള്ള അന്നയാണ്. സോ നമുക്ക് അന്നയോട് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെ പറ്റി ചോദിക്കാം. ഹായ് അന്ന, വെൽക്കം. ഹായ്. സോ അന്ന, എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, സോളാർ പാനൽസ് ഇൻസ്റ്റാളേഷനായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കുള്ള ഒരു കോമൺ ഡൗട്ടാണ് ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഓഫർ ചെയ്യുന്ന 78,000 രൂപയുടെ സബ്സിഡി നമുക്ക് കിട്ടുമോ എന്നുള്ളത്. സോ ആ സബ്സിഡി നമുക്ക് എത്ര ടൈം സ്പാനിലായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും നമ്മുടെ കൈകളിലേക്ക് വരിക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. സോ അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാമോ? അന്നയുടെ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള മറുപടി ഞാൻ ആദ്യം തരാം. കിട്ടുമോ? കിട്ടും, ഓഫ് കോഴ്സ് യെസ്. കേന്ദ്ര ഗവൺമെന്റിന്റെ MNRE സ്കീം പ്രകാരം ഈ 78,000 രൂപ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു 45 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ഡയറക്ട്ലി ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ നമ്മൾ ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമോ? എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ ഇതിന്? ഇല്ല, എന്ത് പ്രയാസങ്ങൾ ഉണ്ടാവാനാണ്? നമുക്ക് ആവശ്യമുള്ള കറണ്ട് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും വരാനില്ല. ആരാണ് ആക്ച്വലി സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? ലൈക്ക് ഐ മീൻ, എത്ര രൂപ വരെ കറണ്ട് ബില്ല് വരുന്നവർക്കാണ് നമ്മൾ ഈ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കുക? രണ്ട് ക്വസ്റ്റ്യൻ ആണ് അന്ന് ഇപ്പൊ ചോദിച്ചത്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ആൻസർ ചെയ്യാം. എത്ര രൂപ വരെയാണ് ഈ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് വരേണ്ടതെന്ന് വെച്ചാൽ, ഒരു 3,000 രൂപയ്ക്ക് അപ്പുറത്തേക്ക് ആർക്ക് കറണ്ട് ബില്ല് വന്നാലും അവർക്ക് ഈ ഒരു സോളാർ പ്രോജക്റ്റ് ലാഭകരമായിട്ട് തോന്നാം. ഇനി ആരാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ടൈം, എത്ര വേഗത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണോ അത്രയും വേഗത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണ് എന്നേ ഞാൻ പറയുള്ളൂ. ഇതിന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 3 റീസൺസ് ഉണ്ട്. ഒന്നാമത്തത് സബ്സിഡിയാണ്. ഗവൺമെന്റ് ഇപ്പം MNRE സ്കീമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു 70,000 രൂപ സബ്സിഡി നമുക്ക് ഇപ്പം വളരെ ഈസിയസ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ അത് എപ്പം സ്റ്റോപ്പ് ചെയ്യും എന്നതിന് നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രഡിക്ഷൻ വെക്കാനാവില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ലോണുകളും കാര്യങ്ങളും സോളാർ എടുക്കാനുള്ള ഒരു എന്താ പറയുന്ന ടൈം ലിമിറ്റും ഒക്കെ ഇതിന് മുൻപായിരുന്നെങ്കിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടിയും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും കൊലാറ്ററൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്ഥലമോ വസ്തുവോ വീടോ അങ്ങനെ കൊലാറ്ററൽ ആയിട്ട് കൊടുക്കണോ ഇതിന് ലോൺ അവൈലബിൾ ആവാൻ? ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ആ ഒരു കൊളാറ്ററൽ അവര് ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഭാവിയിൽ ഇനി അവര് ഡിമാൻഡ് ചെയ്തേക്കാം. മുന്നേ അവര് ഡിമാൻഡ് ചെയ്തിരുന്നു. ഇനി ഭാവിയിലേക്ക് ആ ഒരു സാധ്യതയെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ മുൻകൂട്ടി കണ്ടിരിക്കണം. സോ അന്ന പറഞ്ഞതനുസരിച്ച് ഈടൊന്നും വെക്കാതെ തന്നെ നമുക്കിപ്പോൾ ലോൺ അവൈലബിൾ ആണ്, അല്ലേ? അപ്പം ഇപ്പം സോളാർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്? ഐ മീൻ, ഈ ഒരു സമയത്ത് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ? കൊളാറ്ററൽ ഇപ്പൊ സബ്മിറ്റ് ചെയ്യേണ്ട എന്നുള്ളത് അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ്. മുന്നേ അത് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പോ അത് അവര് ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഭാവിയിൽ ഇനി വന്നുകൂടായികയില്ല. സോ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി കാണണം. ഇപ്പോ ഒരു ഏരിയയിലെ ഒരു ട്രാൻസ്ഫോമറിന് ഒരു ലിമിറ്റ് ഉണ്ട്. കറണ്ട് ഗ്രാസ്പ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. വീടുകളിലൊക്കെ ആണെങ്കിൽ അത് 3 കിലോവാട്ട് അല്ലെങ്കിൽ 5 കിലോവാട്ടിലൊക്കെ നിൽക്കും. പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിലേക്ക് വരുമ്പോൾ അവർക്ക് 30-40 കിലോവാട്ട് വരെ അനുവദിച്ചു കൊടുക്കും. സോ അങ്ങനെ ഇങ്ങനെ ഒരു 3-4 കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ആളുകൾ ആ ഒരു ലിമിറ്റിനുള്ളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ 110 കിലോവാട്ടിന്റെ ലിമിറ്റ് പെട്ടെന്ന് റീച്ച് ചെയ്യും. അങ്ങനെ റീച്ച് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോ സോളാർ വെക്കാനുള്ള ഒരു പെർമിഷൻ പിന്നീട് ലഭിച്ചുകൊള്ളണമെന്നില്ല. സോ എപ്പോഴാണ് സോളാർ വെക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ തന്നെയാണ് സോളാർ വെക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം. സോ എനിക്ക് മനസ്സിലായത് വെച്ച് ഈ 3 പോയിന്റ്സ് അന്ന പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്
വളരെ ഈസിയും യൂസ്ഫുള്ളും ആയിരിക്കും എന്നാണ് എനിക്ക് Yes, right. കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയത്. യെസ് യെസ്. Okay. കാരണം ഇപ്പൊ അതിനെ സാഹചര്യങ്ങൾ ഒരുപാട് അതിനെ അനുകൂലിക്കുന്നുണ്ട്. Okay. പക്ഷെ ഇത് എല്ലാം എപ്പോഴാണ് പ്രതികൂലമാകുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്കറിയാം. പറ്റില്ല. Okay. നമ്മൾ ഉപയോഗിച്ച് ബാക്കി വന്നിട്ടുള്ള ഇലക്ട്രിസിറ്റി നമ്മൾ KSEBക്ക് അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടും എന്ന് പറയുന്നത് ഉള്ളതാണോ? അതെ, അങ്ങനെയൊന്നുണ്ട്. നമ്മുടെ ഒരു ബില്ലിംഗ് സർക്കിളിൽ നമ്മൾ ഉപയോഗിച്ച വൈദ്യുതിയും ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉപയോഗത്തേക്കാൾ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കൂടുതലാണ് എങ്കിൽ മിച്ചം വരുന്ന വൈദ്യുതിക്ക് നമുക്കൊരു സ്പെസിഫിക് എമൗണ്ട്, അതായത് ഒരു യൂണിറ്റിന് 3 രൂപ 25 പൈസ എന്ന നിരക്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. വർഷത്തിൽ ഒന്നായിരിക്കും ഇത് നമുക്ക് തിരിച്ചു കിട്ടുക. സോളാർ ഇൻസ്റ്റാളേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ടോട്ടൽ എത്രയാണ് ഇതിന്റെ കോസ്റ്റ് വരിക? നോർമലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു 3 കിലോ വാട്ട് മുതലാണ് സാധാരണ വീടുകൾക്കൊക്കെ. അപ്പോൾ ഒരു 3000 രൂപ മുതൽ ഒരു 6000 രൂപ വരെ കറണ്ട് ബില്ല് വരുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുക. അപ്പോൾ ഇതിന്റെ ആകെ മൊത്തമുള്ള ഒരു ചെലവെന്ന് പറയുന്നത് ഒരു 2,10,000 മുതൽ ഒരു 2,40,000 രൂപ വരെയൊക്കെയാണ് മൊത്തത്തിൽ ഇതിന്റെ ചെലവ് വരിക. ഇനി ഇതിന്റെ സബ്സിഡിയും കൂടെ ഒഴിച്ചിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 1,32,000 മുതൽ ഒരു 1,62,000 രൂപ വരെയൊക്കെ വരാം. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ബ്രാൻഡുകൾക്കനുസരിച്ച് ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ നിലവില് എത്ര രൂപ വരെയാണ് നമുക്ക് ലോൺ അവൈലബിൾ ആയിട്ടുള്ളത്? നിലവില് 1,89,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ലോൺ പാസ്സാവുന്നുണ്ട്. പക്ഷെ ഓരോ ബാങ്കുകളുടെ സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഒരു കാര്യം കൂടിയാണ് ചോദിക്കാനുള്ളത്, ഈ ഇതിന്റെ ലോണിന്റെ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ലോണിന്റെ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ KSEB ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. കാരണം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മുടെ ഹോമിഫൈക്ക് ഒരു ടീം തന്നെ ഉണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം, അതിന്റെ പേപ്പർ വർക്ക്സ് കാര്യങ്ങളെല്ലാം അവർ തന്നെ നിങ്ങൾക്ക് സെറ്റാക്കി തരും. സോ അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ വേണ്ട. സോ താങ്ക് യു സോ മച്ച്. സോ ഇത്രയും നേരം ഹോമിഫൈയുടെ സോളാർ പവർ പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആൻഡ് സോളാർ പാനൽസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തത് അന്നയാണ്. അന്നയ്ക്കൊരു വലിയ താങ്ക് യു. അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാനുള്ളത്, ബാക്കി നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ആവട്ടെ, കൺഫ്യൂഷൻസ് ആവട്ടെ, ഇനി ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങളാവട്ടെ, എല്ലാത്തിനും ഹോമിഫൈനെ കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. ബാക്കി ഡീറ്റെയിൽസ് അവരുടെ എക്സ്പേർട്ട് ടീം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.